ഹായ്, നമ്മളെ കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറേ, നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളും അത് നല്ല തന്നെ ആയിരിക്കും എന്നറിയാം, അത് പ്രാവർത്തികമാക്കുമെന്നുള്ളതും അറിയാം. പക്ഷെ നിങ്ങൾ ഈ ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീ ആക്കിയത് അത് ഈ സ്ത്രീകൾ നല്ലപോലെ ദുരുപയോഗം ചെയ്യും. നിങ്ങൾ ചെയ്ത ഈ ഇത് കൊണ്ടുവന്നത് നല്ലൊരു പരിപാടിയാണ്. കാരണം ചെറിയ മാസ സാലറിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഹോസ്പിറ്റലിൽ ക്ലീനിങ് ആയാലും മറ്റുള്ള സ്ഥാപനങ്ങളിലായാലും തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർ ഒരുപാടുണ്ട്. അവർക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ നല്ലൊരു ആശ്വാസമാവുന്നുള്ളതറിയാം. പക്ഷേ ഇത് വെറുതെ ആവശ്യമില്ലാതെ സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം കോഴിക്കോട് നിന്ന് വെളുപ്പിന് ഒരു 40-50 സ്ത്രീകൾ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് കൂടും. എന്നിട്ട് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം ഒന്ന് കറങ്ങിയിട്ട് വരടി, നമുക്കൊന്ന് പോയിട്ട് വരാം. അവിടെ തിരുവനന്തപുരം പോലെ അതിലൊരു ബസ്സിൽ പിന്നെ വേറൊരാൾക്ക് കയറാൻ പറ്റില്ല. അവിടുന്ന് പിന്നെ അടുത്ത ബസ്സിന് നേരം കിട്ടും. അങ്ങനെ ഓരോ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലും സ്ത്രീകൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സ്ത്രീകളെ ബസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊക്കെ തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങുഞ്ഞി. അതൊക്കെ വഴുകാതെ ഉണ്ടാവും. ഒരു 20 കിലോമീറ്ററൊക്കെ അതൊക്കെ കാരണം ഈ ജോലിക്ക് പോകാനും വരാനും അവർക്കൊക്കെ ഫ്രീ ആയിട്ടുള്ളത് ഇത് നല്ലൊരു കാര്യമാണ്. അതൊരു 20 കിലോമീറ്റർ 25 കിലോമീറ്റർ അതിന് എത്ര ആയിക്കോട്ടെ. അതേമാതിരി കോളേജ് കുട്ടികൾക്കുള്ളത് അതൊക്കെ ഫ്രീ ആക്കണത് നല്ല തന്നെയാണ്. പക്ഷെ ഇത് ദുരുപയോഗം ചെയ്യും. പലരും ആവശ്യമില്ലാതെ നേരം വെളുത്ത് ചോറ്റുപാത്രത്തിൽ തീരെ ചോറും ആക്കിയിട്ട് എടി പോയി വരാം, നമുക്ക് 40,000 ഉണ്ടാക്കാം, നമുക്ക് നാളെ ട്രിവാൻഡ്രം പോവാം, ആലപ്പുഴ പോവാം, കൊച്ചി പോവാം, അങ്ങനെ പറഞ്ഞ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഇവർക്ക് തന്നെ ആയിരിക്കും പണി. അപ്പോൾ സാറ് ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു നിയമം കൊണ്ടുവരണം. ഒന്നല്ലെങ്കിൽ അവർക്ക് മുന്നിലൊരു 4-5 സീറ്റ് മാത്രം ആക്കുക. കാരണം ഇവർ നിരന്നാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ മുതൽ ജോലി കഴിഞ്ഞ് വരുന്ന മറ്റുള്ള സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള പുരുഷന്മാർക്കോ ഇരിക്കാനൊരു സീറ്റ് കൊടുക്കുക ഒന്നും ഉണ്ടാവില്ല. അവർ പറയും ഞങ്ങളെ അധികാരമാണ്, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ ദുരുപയോഗം ചെയ്യും. അപ്പോൾ സാർ എന്തായാലും ഇതിന് ഒന്നല്ലെങ്കിൽ ഇത്ര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എന്നുള്ളതൊക്കെ ആക്കുക. ഇനി ഇവർക്കായിട്ട് സെപ്പറേറ്റ് പിങ്ക് ബസ്സാക്കിയാലും അതും ദുരുപയോഗം ചെയ്യും നല്ലതുപോലെ. അതിന് പിന്നെ അടിയും പ്രശ്നങ്ങളൊക്കെ ആവും. അപ്പോൾ ഇതിന് ഇത്ര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സ്ഥിരം ജോലി ചെയ്യുന്നവർക്ക് അങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതിൽ നിയമം കൊണ്ടുവരണം സാറേ. അല്ലെങ്കിൽ വെറുതെ കറങ്ങാൻ ഇവർ ഈ പരിപാടി ഉപയോഗിക്കും. ഇവരൊരു 40-50 പേര് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. എടീ നാളെ പുലർച്ചെ 5 മണി 6 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോവാം, നമ്മൾ ബസ് എടുക്കുമ്പോഴത്തേന് അവിടെ കയറി ബസ്സിൽ ഫുള്ളായി നമുക്ക് നിരന്നിരിക്കാം, അങ്ങോട്ട് കൊച്ചി ഒന്ന് കണ്ടിട്ട് വരാം, അങ്ങോട്ട് കൊച്ചിയിൽ നിന്ന് അവിടെ നിന്ന് കിട്ടും. അല്ലെങ്കിൽ കൊച്ചിയിൽ തിരുവനന്തപുരത്തുള്ളവർ കോഴിക്കോടൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. ഈ രീതിയിൽ പല രീതിയിലും ഇവർ ദുരുപയോഗം ചെയ്യും. അപ്പോൾ സാറ് ഇതിന് എന്തെങ്കിലും ഒരു കിലോമീറ്ററിൻ്റെ ഇതിലോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സാറ് ഇതിന് നല്ലൊരു പരിഹാരം കൂടി കാണണം എന്നുള്ളതാണ് വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഇനി എന്തെങ്കിലും അഭിപ്രായം പറയാനുള്ളത് കമൻറ്റിൽ പറയുക. എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ സതീശൻ സാറിൻ്റെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റുന്നവരെത്തിക്കുക. പരമാവധി ഇത് ഷെയർ ചെയ്യുക. ഓരോ സേവനങ്ങളും നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ അതിനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അത് പിന്നീട് അത് നിർത്തലാക്കേണ്ട അവസ്ഥയിലോട്ട് എത്തും. അതുകൊണ്ട് സതീശൻ സാറിൻ്റെ കയ്യിലെത്തുന്നത് വരെ ഈ വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.